വടക്കാഞ്ചേരിക്കാരെ, നിങ്ങൾ അറിഞ്ഞ സിൽക്ക് ഗാർഡനിൽ ഒരു ഗംഭീര സംഭവം നടക്കുന്നുണ്ടാ. ഞാൻ പറഞ്ഞുതരാം. എല്ലാ വസ്ത്രങ്ങളും വൻ വിലക്കുറവിലാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. സിൽക്ക് ഗാർഡൻ ലൊക്കേഷൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടി പറയാണ്, കേരള ഗ്രാമീൺ ബാങ്കിന്റെയും മദ്രാസ് ഹോട്ടലിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സിൽക്ക് ഗാർഡൻ. മരണത്തിനും ജീവിതത്തിനുമിടയിൽ നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച 60കാരന് രക്ഷകരായി സ്വകാര്യ ബസ് ജീവനക്കാരും യാത്രക്കാരും. തിരുവല്ലാമല തൃശൂർ റൂട്ടിലോടുന്ന ഹരേ കൃഷ്ണ ബസ്സാണ് ബുധനാഴ്ച രാവിലെ ഒരു ജീവൻ രക്ഷിക്കാനായി ആംബുലൻസായി മാറിയത്. യാത്രക്കിടയിൽ ഉത്രാളിക്കാവിന് സമീപം വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ട ചേലക്കോട് സ്വദേശി 60 വയസ്സുകാരനായ ഉണ്ണികൃഷ്ണനാണ് ബസ് ജീവനക്കാരുടെ ഇടപെടലിലൂടെ പുതുജീവൻ ലഭിച്ചത്. രാവിലെ 10 മണിയോടെ വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപമാണ് സംഭവം. ബസ്സിൽ ഉണ്ണികൃഷ്ണന് സമീപം വരുന്ന ചേലക്കര സ്വദേശി ശങ്കറും തോന്നൂർക്കര സ്വദേശി പ്രസാദും ഇദ്ദേഹത്തിന് അസ്വസ്ഥത കണ്ടയുടൻ ബസ് ജീവനക്കാരെ വിവരമറിയിച്ചു. തുടർന്ന് ബസ് ഡ്രൈവർ അരുണും കണ്ടക്ടർ മനോജും ഒട്ടും വൈകാതെ തന്നെ യാത്രക്കാരുടെ പൂർണ്ണ സഹകരണത്തോടെ മറ്റു സ്റ്റോപ്പുകൾ ഒഴിവാക്കി ബസ് അതിവേഗത്തിൽ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലേക്ക് വിട്ടു. ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിൽ ശങ്കറും പ്രസാദും ചേർന്ന് ഉണ്ണികൃഷ്ണന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി ബോധം നിലനിർത്താൻ ശ്രമിച്ചു. ആശുപത്രി കവാടത്തിലെ അശാസ്ത്രീയമായ നിർമ്മാണം ബസ്സിന് വലിയ തടസ്സമായി മാറി. രോഗിയുമായി അതിവേഗം ആശുപത്രി മുറ്റത്തേക്ക് കയറ്റുന്നതിനിടെ ബസ്സിന്റെ മുൻവശവും പിൻവശവും റോഡിലിടിച്ച് കേടുപാടുകൾ സംഭവിച്ചു. സ്വന്തം വാഹനത്തിനുണ്ടാകുന്ന നഷ്ടത്തേക്കാൾ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനാണ് തങ്ങൾ മുൻഗണന നൽകിയതെന്ന് ജീവനക്കാർ പറഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ വെച്ച് CPR നൽകി നില മെച്ചപ്പെടുത്തിയ ശേഷം ഉണ്ണികൃഷ്ണനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രി കവാടത്തിലെ നിർമ്മാണത്തിലെ പിഴവുകൾ രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾക്കും മറ്റ് വലിയ വാഹനങ്ങൾക്കും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പരിമിതികൾക്കിടയിലും തങ്ങളുടെ ജോലി കൃത്യമായി നിർവഹിച്ച ഹരേ കൃഷ്ണ ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും വടക്കാഞ്ചേരി നിവാസികൾ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്.